നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. ഓ ഈ ബാഗാണല്ലോ. അവിടെ ഈ ബാഗൊന്നും പിടിക്കാൻ പറ്റില്ലല്ലേ? ഓ ആ സീമേ വാ അകത്തിരിക്കാം. ബാലേട്ട, ചീര് പോയിട്ട് ഇതുവരെ വന്നില്ലേ? ഇല്ല, അവള് 2 ദിവസം കൂടെ കഴിഞ്ഞാ വരും. എന്താ ബാലേട്ട ശരിക്കും പ്രശ്നം? അന്ന് ചീരു എന്നെ കൊണ്ട് ഓട്ടോ വിളിപ്പിച്ചിട്ടാ പോയത്. അപ്പോഴേ എനിക്ക് സംശയം തോന്നിയിരുന്നു. വിനയനും ചീരും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ബാലേട്ട? ഏയ് അങ്ങനെ പ്രശ്നമൊന്നുമില്ല സീമേ. ആ പിന്നെ ചട്ടിയും കലാവുമ്പോ തട്ടിയും മുട്ടിന്നൊക്കെ വരും. അതൊക്കെ എല്ലായിടത്തും ഉള്ളതല്ലേ. അതിന് ചീരു ഒരു പാവല്ലേ ബാലേട്ട? 2 പൊടിക്കുഞ്ഞുങ്ങളെയും കൊണ്ട് അവൾ ഒറ്റയ്ക്ക് ഈ വീട്ടില് എന്തുമാത്രം കഷ്ടപ്പെടുന്നു. വന്നു കയറിയ പെണ്ണിനോട് കുറച്ചെങ്കിലും കണ്ണിച്ചോര കാണിക്കണ്ടേ? നിങ്ങൾ എന്തൊക്കെ മൂടി വെക്കാൻ നോക്കിയാലും ചില കാര്യങ്ങൾ എനിക്ക് ഊഹിക്കാൻ പറ്റും ബാലേട്ട. ആ അത് പിന്നെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നത്തില് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചീരു ഒരു പാവ. പക്ഷെ വിനയന്റെ സ്വഭാവം നിനക്കറിയാലോ. അവൻ ആര് പറഞ്ഞാലും കേൾക്കില്ല. നിങ്ങളെ ഫോൺ തൽക്കാലം റെഡി ആക്കിയിട്ടുണ്ട്. ഇനി ചാർജ് ചെയ്യുന്നില്ലെങ്കിൽ ബാറ്ററി മാറ്റിയിട്ടാ മതി. ഇങ്ങോട്ട് കൊണ്ടുവരണ്ട. റിപ്പയർ ചെയ്തതിന്റെ കാശ് വേണ്ടേ വിനയ? അതൊന്നും വേണ്ട. ഈ അയൽക്കാരി എന്ന നിലയ്ക്ക് ചില സഹായങ്ങളൊക്കെ സീമ ചേച്ചി ഇങ്ങോട്ട് ചെയ്യുന്നുണ്ടല്ലോ, അത് തന്നെ ധാരാളം. ആ ശരി, എന്നാ സീമ ചെല്ല്. ആ ശരി. അവിടെ നിൽക്ക്. എന്താ? മനുഷ്യനായാലേ കുറച്ച് നന്ദിയൊക്കെ വേണം. നന്ദി. നിങ്ങൾക്ക് ചെലവിന് തരുന്നത് മാത്രമല്ല, ഇവിടെ ചോറും കറിയും വെച്ച് തരുന്നത് ഞാനാ. അതിന് എന്നിട്ട് കുടുംബത്തിൽ ഒളിച്ചു നോക്കാൻ വന്ന സ്ത്രീയോട് നിങ്ങൾ എന്താ പറഞ്ഞത്? മരുമകൾ പോകാൻ കാരണം മകനാണെന്ന് അല്ലേ? എടാ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ആ സീമ ഓരോന്ന് കുത്തി ചോദിച്ചപ്പോ എടാ ചീരുവിനെ മോശമാക്കി പറയാൻ പറ്റുമോ? പിന്നെ എന്നെ മോശമാക്കി പറയുന്നതാണോ നിങ്ങൾക്ക് അന്തസ്? ഇതിന്റെ പേരാണ് നന്ദികേട്. തിന്നുന്ന ചോറിന് നന്ദി കാണിക്കാത്ത ഒരാളെ ഇനി ഇവിടെ തീറ്റി പോറ്റാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. കൊണ്ടുപോകും. ഇറങ്ങിപ്പോക്കോ. എങ്ങോട്ടാണെന്ന് വെച്ചാ ഇറങ്ങിപ്പോക്കോ. ഇനി നിങ്ങളുടെ മുഖം പോലും എനിക്ക് കാണണ്ട. വിനയ സ്വന്തം മോനെ മനസ്സിലാക്കാത്ത ഒരു അച്ഛൻ. കുറെ നാളായി ഞാൻ ഇത് കേട്ടോണ്ടിരിക്കുന്നു. എന്ത് പറഞ്ഞാലും വിനയന്റെ ദേഹത്തോട് കുറ്റം. എല്ലാവർക്കും ഉണ്ടല്ലോ കുറ്റം പറയാ ഒരുത്തൻ. നിങ്ങൾ എന്റെ അച്ഛനോ അതെ അവളുടെ അച്ഛനോ? വാങ്ങി കൊണ്ടുവന്നിട്ട് അണ്ണാക്കിലിട്ട് കൊടുക്കുന്നുണ്ട്. നന്ദി വേണം, നന്ദി. വേണമെങ്കിൽ തുറന്നു വെച്ച് കഴിക്കട്ടെ. വാ വന്നിരിക്കേ കഴിക്കാം. ഓ ഇനിയിപ്പൊ താലപ്പൊലി എടുത്ത് വിളിക്കലായിരിക്കും. ഇതെവിടെ പോയി? അച്ഛാ 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 അച്ഛാ
ഇവിടെ ഉണ്ടായിരുന്നോ? അല്ല, രാത്രി ഇത് എങ്ങോട്ടാ? എന്റെ വീട്ടിലേക്ക്. അല്ലാതെ എങ്ങോട്ടാ? നിന്നെ ഒന്ന് കണ്ടിട്ട് പോകാന്ന് വെച്ച് കാത്തിരുന്നതാ. ഇനി ഇരുട്ടത്ത് അങ്ങോട്ട് പോകുന്ന എന്തിനാ? വല്ലതും കഴിച്ചിട്ട് ഇവിടെ കിടന്നാ പോരെ? കഞ്ഞി ഇവിടുന്ന് കുടിച്ചെന്തിരാ? കിടപ്പ് അവിടെ തന്നെ ആവാം. ഉറക്കത്തെ ശ്വാസം വിലങ്ങിപ്പോയാ അത് സ്വന്തം വീട്ടിലാവണമെന്ന് ആഗ്രഹമുണ്ട്. എന്റെ മക്കൾ എത്ര ശ്രമിച്ചിട്ടും ആ വീട് വിൽക്കാൻ പറ്റാത്തത് ചിലപ്പോ അതുകൊണ്ടാവും. അല്ല, അനുപമയെ കൂട്ടിക്കൊണ്ട് വരുന്നതിനെ കുറിച്ച് നീ ആലോചിച്ചില്ലേ ഇന്ദിര? അത് നമുക്ക് ആലോചിക്കാം ഭാനുവമ്മേ, സമയമുണ്ടല്ലോ. അല്ല, അത് പോട്ടെ, മകന്റെ വീട്ടിൽ പോയിട്ട് എന്താ വിശേഷം? ഇനി ഈ വീട്ടിലേക്ക് വരാൻ പാടില്ല എന്ന് മോൻ പറഞ്ഞില്ലേ? അവൻ അങ്ങനെ പലതും പറയും. അതൊക്കെ ആര് കേൾക്കുന്നു? അല്ല, ഞാനുമായിട്ടൊന്ന് ഉടക്കിട്ട് പോയതല്ലേ, അതുകൊണ്ട് ചോദിച്ചതാ. അതൊന്നും അവൻ മനസ്സിൽ വെക്കില്ലെന്നേ. സത്യം പറഞ്ഞ അവനൊരു പാവാ. അതുകൊണ്ടല്ലേ അവൻ ഭാര്യയുടെ അടിമയായി പോയത്. ഭാര്യയ്ക്ക് വേണ്ടി അമ്മയെ തള്ളിക്കളഞ്ഞു എന്നോട് പറ ഭാനുവമ്മേ. എനിക്കതാ നിങ്ങളുടെ മകനോടുള്ള വെറുപ്പ്. എന്നെ എന്റെ മോൻ തള്ളിക്കളഞ്ഞതിൽ എനിക്ക് അവനോട് ഒരു ദേഷ്യവും ഇല്ല ഇന്ദിര. എനിക്ക് എന്തായാലും അവൻ വരച്ച വരയിൽ ജീവിക്കാൻ പറ്റില്ല. അപ്പൊ പിന്നെ രണ്ടും രണ്ടിടത്താവുന്നതല്ലേ നല്ലത്. പിന്നെ അവൻ അവന്റെ ഭാര്യയും മക്കളെ നല്ല പൊന്നുപോലെ നോക്കുന്നുണ്ട്. അവളും അതെ. വഴക്കുണ്ടാക്കിയാലും അവന്റെ നെറ്റി ഒന്ന് വിയർത്ത അവക്ക് ആദ്യാ. അത് മതി, അവര് ജീവിക്കട്ടെ. ഞാനത് ദൂരെ മാറി എന്ന് കണ്ടോളാം. എന്നാ രാത്രി യാത്രയില്ല ഇന്ദിര. ഞാൻ പോട്ടെ. ശരി. ഏട്ടാ. എന്താ സത്യ? അത് ഭാനുമ്മ മകനെയും മകന്റെ ഭാര്യയും കുറിച്ച് പറഞ്ഞപ്പോ ഏട്ടൻ ഏട്ടത്തിലെ കാര്യം ഓർത്തുപോയല്ലേ? ഏട്ടന്റെ മനസ്സിലിപ്പോഴും ഏട്ടത്തിയും മകനുണ്ടെന്ന് എനിക്കറിയാം. അപ്പൊ പിന്നെ മനസ്സ് പറയുന്ന കാര്യം ഏട്ടനങ്ങ് ചെയ്തൂടെ? സത്യ, എനിക്ക് അവരെക്കുറിച്ച് മാത്രം ചിന്തിച്ചാ പോരല്ലോ. അനുവർത്തിക്കും കുഞ്ഞിനും വേണ്ടി ഇന്ദിരേട്ടൻ അമ്മയും കൂടപ്പിറപ്പിളെ അകറ്റി നിർത്തണമെന്ന് ഏടത്തി എന്തെങ്കിലും ഏട്ടനോട് പറഞ്ഞിട്ടുണ്ടോ?